ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ പരിചയപ്പെട്ടാൽ പോകുന്നത് വേറെ ഒന്നുമല്ല ഗൈസ്. അപ്പം ഞാൻ ഇപ്പോൾ ഷോപ്പിലോട്ട് പോയില്ല. അപ്പോൾ ഷോപ്പിലോട്ട് പോകുന്ന വഴിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണിക്കാമെന്ന് വെച്ച് ഗൈസ്. വേറെ ഒന്നുമല്ല, ഇത് പഴയ കാലത്തെ ഒരു റേഷൻ കടയാണ് ഗൈസ്. റേഷൻ കട കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുമ്പോഴത്തേന് ചരിത്രപരമായിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട കുറച്ച് ഓർമ്മകളുള്ള സ്ഥലമാണ് ഗൈസ്. ഇത് ഈ വീട് കണ്ട, ഇവിടെ വീടില്ല, സോറി, ഇപ്പം വലിയൊരു സ്ഥലമല്ല, ഇവിടെ വലിയൊരു വീടുണ്ടായിരുന്നു ഗൈസ്. ഈ വീട്ടിലൊരു അമ്മുമ്മയും ഈ അമ്മയും എടുത്തു വളർത്തി കുറേ പട്ടികളുണ്ടായിരുന്നു, കൊച്ചു പട്ടി. അങ്ങനെ വളർന്ന് കുറേ പട്ടികളെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പട്ടി. ആ അമ്മുമ്മയും ആ പട്ടിയും മാത്രമുള്ളായിരുന്നു ഈ വീട്ടിൽ ഗേസ്. ഇവിടെ നമ്മുടെ കൊക്കോമരമൊക്കെ കൊക്കോമരം എന്ന് വെച്ചാൽ മറ്റേ അത് തന്നെ, കൊക്കോമരമൊക്കെ ഉണ്ടായിരുന്നു ഗേസ്. അപ്പം അവിടെ കയറി ഞാൻ കൊക്കോ പിച്ചിയത്, എന്നെ കടന്തൽ കുത്തിയതൊക്കെ നല്ല ഓർമ്മയാണ് ഗേസ്. എൻ്റെ പൊന്നൊക്കെ കുത്തിക്കൊണ്ട് ഓടുമായിരുന്നു ഗേസ്. അങ്ങനെ ഒരു വീടായിരുന്നു ഗേസ് അത്. അപ്പോൾ അതെല്ലാം പൊളിച്ച് ഗേസ്. അത് പൊളിച്ചപ്പോൾ തിരിച്ചാണ്ട് ഇതുവഴി പോകുന്നിട്ട് നമ്മൾ കുരിശുമൂടൊക്കെ ഉണ്ട് ഗേസ്. ആൾക്കാരൊക്കെ അടക്കുന്ന സ്ഥലം, രണ്ട് സൈഡൊക്കെ ഉണ്ട്, അപ്പുറം ഇപ്പുറം അടക്കുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ, കായംകുളം പോലീസ് സ്റ്റേഷൻ വരുന്നത്. അതുവഴി നമ്മൾ നടന്ന് നമ്മുടെ ഷോപ്പിലോട്ട് എത്താറായി ഗൈസ്. നടക്കുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഫൈനലി നമ്മുടെ ഷോപ്പിലെത്തി. ഇന്ന് കുറച്ച് പണിയുണ്ട്. ഞാൻ രാവിലെ വേണ്ട ഉറക്കം പോലും ഇല്ല ഗൈസ്. ഉറക്കമൊന്നുമില്ലാതെ കണ്ണൊക്കെ തെളിഞ്ഞിരിക്കുകയാണ് ഗൈസ്, കണ്ണൊക്കെ തുറന്നിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പം പണിയൊക്കെ കഴിഞ്ഞ് ചുമ്മാ എനിക്ക് നടുവേദന എടുക്കുന്നു. കുറച്ച് നേരം നല്ല രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ അസിസ്റ്റൻ്റ് പുള്ളി, അത് മുന്നിൽ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്ന് എന്തൊക്കെയോ കൊപ്രായം കാണിച്ച്. അപ്പോൾ വൈകിട്ടായപ്പോൾ നല്ല പണിയുണ്ടായിരുന്നു ഗൈസ്. പണിയെടുത്ത് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയുള്ള തീർച്ചയായും ഇഷ്ടപ്പെട്ട ദൃശ്യം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.